Good morning, all. Our course code is ESG 130 Basics of Electronics Engineering. അതിൽ മൊഡ്യൂൾ 6 ബേസിക് മോഡുലേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിലും ബേസിക് കമ്മ്യൂണിക്കേഷൻ്റെ ഏത് ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിലും റെഫറൻസ് ആയിട്ട് എടുക്കാം. ഞാനിപ്പം തോമസ് എൻ സ്റ്റോറിയുടെ ബേസിക് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് റെഫർ ചെയ്തിട്ടുള്ളത്. സോ വി ക്യാൻ ഗോ ത്രൂ ദ സ്ലൈഡ്സ്. So we all know a basic communication system consists of major three elements, that is the transmitter, channel and receiver. So here we can see the block diagram of a generalized communication system. Here an information source or message signal is transmitted through a transmitter to a channel, and that signal is received by a receiver section and reaching at the destination. So our message signal or information can be any signal, that is a physical or physically readable format or human readable format ആയിട്ടുള്ള എല്ലാ സിഗ്നലും എന്താണ് മെസ്സേജ് സിഗ്നലാണ്. ആ സിഗ്നലിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ we are giving to a transmitter session, and this transmitter session consists of many number of components, electronic components, and that is using for modifying this message signal suitable for the transmitting format. And next is our channel. Channel may be either wired or wireless channel. It is a wired channel. We all know that's using either copper cable, coaxial cable or optical fiber cables. It is wireless. The channel of communication is free space. And next is this signal, transmitted signal is receiving at a receiver part. Receiver part is also consists of many number of components. So it's doing the main purpose of demodulation or extracting the message signal from the transmitted signal. Okay. Next is this original message signal is given to the destination point. In between we can see a noise part, that is the unwanted energy part that is appearing on the channel, and that may cause some distortion in the signal. This cannot be completely eliminated. അപ്പോൾ നമുക്ക് ഒരിക്കലും നോയ്സ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്തില്ല ഒരു 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ നെക്സ്റ്റ് ഈസ് a basic communication means there is a process of conveying a message or information from transmitter to receiver through a channel. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻ അല്ലെ മെസ്സേജ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ സൗണ്ട്, സ്പീച്ച്, മ്യൂസിക് എന്തും ആവാം. ഏത് രീതിയിലുള്ള ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റിലുള്ള എല്ലാ മെസ്സേജ് സിഗ്നലും നമ്മൾ ഇൻഫർമേഷൻ അല്ലെ മെസ്സേജ് സിഗ്നൽ നമ്മൾ പറയും. ഇതിൽ തന്നെ നമ്മൾ ബേസ് ബാൻഡ് സിഗ്നൽ എന്നും കൂടെ പറയുന്നത്. ബേസ് ബാൻഡ് സിഗ്നൽ. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു മെസ്സേജ് സിഗ്നലിനെ ട്രാൻസ്മിറ്റർ പാർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ട്രാൻസ്മിറ്റർ പാർട്ട് എന്ത് ചെയ്യും? ഈ മെസ്സേജ് സിഗ്നലിനെ മോഡിഫൈ ചെയ്യും ആൻഡ് മോഡിഫൈ ഇൻ ടു എ ഫോം ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്മിഷൻ ഓവർ ദി ചാനൽ, ആൻഡ് ദാറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ എ പ്രോസസ്. ആ ഒരു മോഡിഫിക്കേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലേഷൻ എന്ന് പറയുന്നത്. The modulation is a process where we are modifying or transmitter is modifying the message signal into a form which is suitable for transmission over the channel. So we can define modulation as it is a process of transmission of information signal or raw frequency message signal, baseband signal or raw signal using a high frequency carrier signal. എന്ന് പറഞ്ഞാൽ നമ്മളെ മെസ്സേജ് സിഗ്നൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലായിട്ടുള്ള നമ്മുടെ ഓഡിയോ ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സ് ആവാം, ഏതായാലും ആ ഒരു മെസ്സേജ് സിഗ്നൽ നമ്മൾ ബേസ് ബാൻഡ് സിഗ്നലും കൂടെ പറയും. അതൊരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. ആ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നമ്മളൊരു ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ യൂസ് ചെയ്തുകൊണ്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി മോഡുലേഷൻ ചെയ്യുന്നത് ഫ്രീ സ്പേസ് കമ്മ്യൂണിക്കേഷൻ, അതായത് റേഡിയോ കമ്മ്യൂണിക്കേഷൻ്റെ കേസിലായിരിക്കാം മിക്കവാറും മോഡുലേഷൻ നമ്മൾ ചെയ്യാറ്. അപ്പം നമ്മളിങ്ങനെ മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഓഡിയോ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നമ്മൾ മോഡുലേറ്റിംഗ്
സിഗ്നൽ എന്നും കൂടെ പറയും. മോഡുലേറ്റിംഗ് സിഗ്നൽ. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ മോഡുലേഷൻ എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കൽ പാർട്ട് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് കൊടുക്കാം. അതായത് നമ്മളിപ്പം ഒരു മെസ്സേജ് അത് റിട്ടേൺ ഇൻ എ പേപ്പർ ബിറ്റിൻ്റെ മുകളിൽ നമ്മൾ എഴുതിയിട്ടുള്ളൊരു മെസ്സേജ് നമുക്ക് കുറച്ച് ദൂരെ നിൽക്കുന്ന ഒരാളിലേക്ക് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് എത്തിക്കണം. പേപ്പർ ബിറ്റാണ്, അപ്പം നമുക്ക് കുറച്ച് ദൂരെ നിൽക്കുന്നയാൾ അടുത്തേക്ക് എത്തിക്കണം. നമ്മൾ എന്ത് ചെയ്യും? സാധാരണ രീതിയിൽ അത് ചുരുട്ടി എറിഞ്ഞ് നിൽക്കും. അപ്പോൾ കുറച്ചധികം ദൂരെയാണ് അയാൾ നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ നമ്മൾ റാപ്പ് ചെയ്ത് എറിയുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അതിൻ്റെ പാത്ത് ഡൈവേർട്ട് ചെയ്തു പോകും. അതായത് കാറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പാത്ത് ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ കുറച്ചും കൂടെ ആ ഒരു ഡെസ്റ്റിനേഷൻ എയിം ചെയ്തുകൊണ്ട് എത്തണമെങ്കിൽ നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഒരു കല്ലിൻ്റെ മുകളിൽ ഈ പേപ്പറിനെ റാപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ചോക്ക് പീസിൻ്റെ മുകളിൽ പേപ്പറിനെ റാപ്പ് ചെയ്യാം. അങ്ങനെ റാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എറിയും. അപ്പോൾ എറിയുന്ന സമയത്ത് കുറച്ചും കൂടെ അത് എയിംഡ് ആയിട്ട് ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ആ പേപ്പർ ബിറ്റിനെ നമുക്ക് മെസ്സേജ് ആയിട്ട് കമ്പയർ ചെയ്യാം. അതേപോലെ തന്നെ അത് കമ്പൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോൺ, അതിനോ കാരിയർ. ഇപ്പോൾ കാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടെ വെയിറ്റ് ഉള്ള സംഗതിയാണ് കമ്പയർ ടു ദിസ് മെസ്സേജ്. പേപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ കല്ല് കുറച്ചുകൂടെ വെയ്ഡാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ മെസ്സേജ് സിഗ്നൽ ഇസ് ലോ ഫ്രീക്വൻസി സിഗ്നൽ. ഇറ്റ് ഈസ് യൂട്ടിലൈസിങ് ആൻഡ് ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ ഫോർ മോഡുലേഷൻ. അപ്പോൾ നമ്മൾ ഈ കോമ്പിനേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലേഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ അത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് വൈ വി ആർ ഗോയിങ് ഫോർ എ മോഡുലേഷൻ പ്രോസസ്. നമ്മൾ എന്തിനു വേണ്ടി മോഡുലേഷൻ യൂസ് ചെയ്യാം? അപ്പോൾ ഇപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു, അത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോപ്പറായിട്ട് അതൊരു ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് നീഡ്. അത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഇവിടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് നീഡ് ഫോർ മോഡുലേഷൻ. അതിൽ ഫസ്റ്റ് പറയുന്നത് ഹൈറ്റ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് ആൻറ്റിന. അതായത് നമുക്കറിയാം ഈ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ആൻഡ് ട്രാൻസ്മിറ്റർ ആൻറ്റിന ഇൻ ദ ട്രാൻസ്മിറ്റർ പാർട്ട് ആൻഡ് റിസീവർ ആൻറ്റിന ഇൻ ദ റിസീവർ പാർട്ട്. അങ്ങനെയുള്ള ആൻറ്റിന ഹൈറ്റ്, അത് പ്ലേസ് ചെയ്യുന്ന അതിൻ്റെ ഹൈറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് ദ ബേസിക് കമ്മ്യൂണിക്കേറ്റിംഗ് സിഗ്നലിൻ്റെ വേവ് ലെങ്ത് ലാംഡയുടെ 1/4 ആയിരിക്കും. അതായത് ഹൈറ്റ് ഓഫ് ദ ട്രാൻസ്മിറ്റിംഗ് ഓർ റിസീവിങ് ആൻറ്റിന ഈസ് 1/4 ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് ദി ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽ. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മോഡുലേറ്റ് ചെയ്യാൻ പോകുന്ന മെസ്സേജ് സിഗ്നലിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ 1/4 ആയിരിക്കും നമ്മൾ എന്ത് ഹൈറ്റ് ഓഫ് ദ ആൻറ്റിന. അങ്ങനെയാണെങ്കിൽ ഇഫ് അവർ ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽ ഫ്രീക്വൻസി is 30 Hz, then by using the expression f is equal to c by lambda, we are getting the value for lambda and getting the height of the antenna as h equal to 2500 kilometer. We are increasing our signal frequency to 3 kilohertz. Then what happens? The height of the antenna is getting reduced. Further, we are increasing the frequency of the transmitting signal. Again, the antenna height is getting reduced to 25 meter. From this, we can understand that when the frequency of the signal increases, height of the transmitting antenna is getting reduced. That is the basic need for മോഡുലേഷൻ. അതായത് സാധാരണ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു 3 kHz സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ 25 കിലോമീറ്ററിൻ്റെ ആൻറ്റിന ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല, അല്ലേ? അപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന ആൻറ്റിനാസ് ഹൈറ്റ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു ഹൈറ്റിലുള്ള ആൻറ്റിന പ്ലേസിംഗ് ഒന്നും പോസിബിൾ അല്ല. രണ്ടാമത് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ മോഡുലേഷൻ യൂസ് ചെയ്യണമെന്ന് നോക്കാം. അത് നോയ്സ് ആൻഡ് ഇൻ്റർഫറൻസ് ഫ്രം അതർ സോഴ്സസ് അറ്റ് ലോ ഫ്രീക്വൻസി. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മളെ മെസ്സേജ് സിഗ്നൽ എന്താണ്? ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ഫ്രീ സ്പേസ് കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സം അഡീഷണൽ നോയ്സ് ക്യാൻ ബി അറ്റാക്ഡ് ബൈ ദ മെസ്സേജ്. ഈ മെസ്സേജിന് ഒരു അഡീഷണൽ നോയ്സ് സിഗ്നൽ അറ്റാക്ഡ് ബൈ ദ മെസ്സേജ് അല്ല, സോറി, ഈ ഒരു നോയ്സ് സിഗ്നൽ മെസ്സേജിൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതെന്ത് വരുത്താം? നമ്മളെ മെസ്സേജിന് അത് ഒറിജിനൽ മെസ്സേജ് അവിടെ റിക്കവർ ചെയ്യാൻ പറ്റാതെയാവാം. അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ
increase the frequency of the transmitting signal. അപ്പോൾ അങ്ങനെ നമുക്ക് noise and interference from other sources at a lower frequency can be minimized. പിന്നെ ഉള്ളത് multiplexing ആണ്. Multiplexing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can combine 2 or more signal through a single channel for transmitting. അപ്പോൾ അങ്ങനെയിലാണ് നമ്മൾ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹയർ സെമസ്റ്റേഴ്സിൽ പഠിച്ചോളൂ. അപ്പോൾ മൾട്ടിപ്ലെക്സിംഗ് ഈസി ആക്കാൻ നമുക്ക് ഒരു മോഡുലേഷൻ ടെക്നിക് കൊണ്ട് പറ്റും. പിന്നെ നാരോ ബാൻഡിങ് ആണ്. അപ്പം നാരോ ബാൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡുലേഷൻ ടെക്നിക് കൊണ്ട് സിഗ്നൽ ബാൻഡ് വിഡ്ത്ത്, അതിൻ്റെ സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് ക്യാൻ ബി റെഡ്യൂസ്ഡ് കമ്പയർ ടു ചാനൽ ബാൻഡ് വിഡ്ത്ത്. ഇപ്പോൾ ചാനൽ ബാൻഡ് വിഡ്ത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്തിനെ വേസ്റ്റ് ചെയ്യാതെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. Next is at low frequency, radiation into free space is not practicable because efficiency is less. അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസിയും എനർജി തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. They are directly proportional. So at high frequency, the energy value is very high. At low frequency, energy is less. So what happens while transmitting long distance? At low energy level, the signal is getting attenuated. So at low frequency, radiation into free space is not practicable because efficiency is less or its energy value is very less. So it may get attenuated or faded off. Okay. So here it's defining in technical term, modulation is a process by which some characteristics of a signal called carrier varied in accordance with the instantaneous value of another signal called modulating signal. എന്ന് വെച്ചാൽ മോഡുലേഷൻ ഇസ് എ പ്രോസസ്. എന്താണ് അവിടെ ചെയ്യുന്നത്? അവിടെ കാരിയർ സിഗ്നൽ, നമ്മൾ പറഞ്ഞ ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നലിന്റെ സം ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ചേഞ്ചിങ് ഇൻ അക്കോർഡൻസ് വിത്ത് റെസ്പെക്ട് ടു ദ വാല്യൂ ഓഫ് അനദർ സിഗ്നൽ. അപ്പോൾ അനദർ സിഗ്നൽ ഏതാണ്? നമ്മളെ മെസ്സേജ് സിഗ്നലാണ് ഓർ മോഡുലേറ്റിംഗ് സിഗ്നൽ. അതായത് മോഡുലേറ്റിംഗ് സിഗ്നൽ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് carrier signalന്റെ ഹൈ ഫ്രീക്വൻസി carrier signalന്റെ certain characteristics is changing during transmission. ഈ ഒരു ട്രാൻസ്മിഷൻ പ്രോസസ്സിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മോഡുലേറ്റ് ചെയ്ത സിഗ്നലിനെ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയും. എന്ന് വെച്ചാൽ കാരിയറും മോഡുലേഷൻ മെസ്സേജ് സിഗ്നലും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിഗ്നൽ നമ്മൾ മോഡുലേറ്റഡ് സിഗ്നൽ എന്നാണ് പറയുന്നത്. Next is the types of modulation. Here we can see that's two types. Discussing about the analog communication or analog modulation technique. ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു അനലോഗ് വേവ് ആണ്, അനലോഗ് സിഗ്നൽ ആണ്, അനലോഗ് മെസ്സേജ് സിഗ്നൽ ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലുള്ള രണ്ട് ടൈപ്പ് ഓഫ് മോഡുലേഷൻ ആണ്, കണ്ടിന്യൂസ് വേവ് മോഡുലേഷനും പൾസ് മോഡുലേഷനും. കണ്ടിന്യൂസ് വേവ് മോഡുലേഷന്റെ കേസ് പറയുകയാണെങ്കിൽ ഹിയർ ദ കാരിയർ ഈസ് കണ്ടിന്യൂസ് ഇൻ നാച്ചർ, യൂഷ്വലി സിനുസോയിഡൽ. എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജ് സിഗ്നൽ ഇസ് എ അനലോഗ് സിഗ്നൽ ആൻഡ് ദിസ് അനലോഗ് സിഗ്നൽ ഇസ് മോഡുലേറ്റഡ് ബൈ യൂസിങ് എ കാരിയർ വേവ് ദാറ്റ് ഈസ് ഓൾസോ സിനുസോയിഡൽ. നമ്മൾ സിനുസോയിഡൽ കാരിയർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ ചെയ്യുന്നത്. നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്താണ്? സിനുസോയിഡൽ ആണ്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ 3 types ഓഫ് മോഡുലേഷൻ ആണ്. ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഓർ AM, ഫ്രീക്വൻസി മോഡുലേഷൻ FM ആൻഡ് ഫേസ് മോഡുലേഷൻ PM. രണ്ടാമത്തെ ടൈപ്പ് പൾസ് മോഡുലേഷൻ എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറി നോക്കുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാരിയർ, പ്രീവിയസ് കേസിൽ നമ്മൾ സിനുസോയിഡൽ കാരിയറും സിനുസോയിഡൽ മെസ്സേജുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദ മെസ്സേജ് സിഗ്നൽ ഇസ് സിനുസോയിഡൽ ബട്ട് അവർ കാരിയർ ഇസ് ചേഞ്ച് ടു പൾസ്. പൾസ് വേവ് ഫോം ആയിട്ട് നമ്മൾ കാരിയർ യൂസ് ചെയ്യും. പൾസ് വേവ് ഫോമിൻ്റെ ആണ് നമ്മൾ കാരിയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതിൽ 3 ടൈപ്പാണുള്ളത്. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ PAM, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ PWM ആൻഡ് പൾസ് പൊസിഷൻ മോഡുലേഷൻ PPM. നമ്മൾ സിലബസ് പ്രകാരം നമുക്ക് AM ആൻഡ് FM ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന് ഫ്രീക്വൻസി മോഡുലേഷനാണ് പഠിക്കാനുള്ളത്. അപ്പം അത് രണ്ടും ഒരു കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ വി ആർ യൂസിങ് കാരിയർ സിനുസോയിഡൽ കാരിയർ വേവ്സ് modulation. Okay. So നമുക്കറിയാം സിനുസോയിഡൽ കാരിയർ വേവ് ആണ് നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ എന്ന് പറയും. അപ്പം നമ്മുടെ സിനുസോയിഡൽ വേവ് ഫോം അല്ലെങ്കിൽ നമ്മളെ സൈൻ വേവ് ഫോം സാധാരണ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക അതിൻ്റെ 3 പാരാമീറ്റർ വെച്ചിട്ടാണ്.
ഒന്ന് ആംപ്ലിറ്റ്യൂഡ്, മറ്റേത് ഫ്രീക്വൻസി, മൂന്നാമത്തത് ഫേസ്. അപ്പോൾ കാരിയർ സിഗ്നൽ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ച് സിനുസോയിഡൽ വേവിനെ എക്സ്പ്രസ് ചെയ്ത് നോക്കും നിങ്ങൾ. വി ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്, where A is the amplitude of the signal, omega is the frequency in radians and phi is its phase. അപ്പോൾ ഈ മൂന്ന് ടേം വെച്ചിട്ട് നമ്മൾ സിനുസോയിഡൽ കാരിയർ വേവിനെ എക്സ്പ്രസ് ചെയ്തേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്ന് പാരാമീറ്റർ ഈ ഒരു കാരിയറിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതായത് കാരിയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന മൂന്ന് പാരാമീറ്റേഴ്സ് നമുക്ക് അതിൽ ചേഞ്ച് ചെയ്യാം. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് ആണ്, മറ്റേത് ഫ്രീക്വൻസി, മൂന്നാമത്തത് ഫേസ് ആണ്. അപ്പോൾ ഫ്രീക്വൻസി ഫേസ് മോഡുലേഷൻ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ആംഗിൾ മോഡുലേഷൻ കൂടെ പറയാറുണ്ട്. നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹിയർ ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ, ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കാരിയർ ആംപ്ലിറ്റ്യൂഡ് is changed in accordance with the instantaneous value of the modulating signal. അതായത് മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ വി ആർ കോളിംഗ് ഇറ്റ് ആസ് ആൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. Here we can express this carrier wave as C of t is equal to Vc cos 2 pi fct and modulating signal as V of t is equal to Vm cos 2 pi fmt. രണ്ട് കാരിയർ സിഗ്നലിന് മോഡുലേറ്റിംഗ് സിഗ്നലിന് നമ്മൾ എക്സ്പ്രസ് ചെയ്തേക്കുവാണ്. അവിടെയുള്ള ഡിഫറെൻറ്റ് അത് പറയുന്നത് Vc is equal to peak amplitude of carrier sine signal, Fc equal to frequency of carrier signal, Vm equal to peak amplitude of information signal and Fm equal to frequency of modulating signal. ഇതൊക്കെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കാരിയർ സിഗ്നലിൽ മോഡുലേറ്റിംഗ് സിഗ്നലിൽ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ് മാത്തമാറ്റിക്കൽ. So this is the signal representation of an amplitude modulation. Initially we can see here the message signal as a low frequency message signal having a peak amplitude of AM. നേരത്തെ VM പറഞ്ഞേ ഉള്ളൂ, here it is AM ഡയഗ്രത്തിൽ കാണിച്ചേക്കുവാണ്, അത് കോപ്പി പേസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. അപ്പം VM സിമിലർ ആസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓർ പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. നെക്സ്റ്റ് ഇസ് carrier signal. Carrier signal is having a peak amplitude of AC and it is a high frequency signal. And മൂന്നാമത്തേത് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. Here we are combining both AM and AC, that is the peak amplitude of the message and the carrier wave. So we can see the amplitude of the carrier signal is varied with respect to the amplitude of the or instantaneous value of the മെസ്സേജ് സിഗ്നൽ. അവിടെ കാണാൻ പറ്റും അതെങ്ങനെ ചേഞ്ച് ആയി എന്നുള്ളത്. അപ്പം നമുക്ക് കാണാം അവിടെ മിഡ് പോയിന്റിൽ വെച്ചിട്ട് ദ ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ് reaching in a minimum and it's calling as a minimum amplitude and reaching a maximum called maximum amplitude. So in the top and bottom of this amplitude modulated signal we can see the shape of the message signal. നമുക്ക് ടോപ്പിലും ബോട്ടത്തിലും അതിൽ എന്ത് കാണാം, ആ ഒരു മെസ്സേജ് സിഗ്നലിനെ കാണാൻ പറ്റും. So it is acting as an envelope of the modulated signal. ആ ഒരു മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ എൻവലപ്പ് ആയിട്ടാണ് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ അഥവാ മെസ്സേജ് സിഗ്നൽ അപ്പിയർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ബേസിക് ഡയഗ്രാം റെപ്രസെന്റിംഗ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് നമ്മൾ അതിലുള്ള മെസ്സേജ് സിഗ്നലിനെ കാരിയർ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കണ്ടു. ഇനി എങ്ങനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷനാണ്, ദാറ്റ് ഈസ് വി സി പ്ലസ് വി ഓഫ് ടി. അപ്പോൾ വി ഓഫ് ടി നമ്മൾ കണ്ടു, വി ഓഫ് ടി എന്താണ്, നമ്മുടെ മെസ്സേജ് സിഗ്നലാണ്. വി സി ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ സിഗ്നൽ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് is equal to Vc plus V of t. നമുക്ക് V of t യുടെ എക്സ്പ്രഷൻ അറിയാം. അപ്പോൾ അത് വി സി കൂടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഗെറ്റിംഗ് എൻ എക്സ്പ്രഷൻ ആൻഡ് വി ആർ ടേക്കിംഗ് വി സി ഔട്ട്സൈഡ്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഇതുപോലെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കിട്ടും. A is equal to Vc into 1 plus Vm by Vc cos 2 pi Fm t. ഞാൻ മെറ്റീരിയൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയാൽ മതി നിങ്ങൾ അതെങ്ങനെയാണ് വരുന്നത് എന്ന്. അപ്പം A equal to Vc into 1 plus m cos 2 pi fmt, where we can see Vm by Vc is represented by a term m or modulation index. That is the ratio of modulating
signal voltage to the carrier signal voltage is represented by a parameter called modulation index. Modulation index. And this modulation index is a measure of modulation or depth of modulation or degree of modulation. അതായത് ഒരു മോഡുലേഷൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ മെഷർമെൻറ്റ്, അത് എത്ര എമൗണ്ട് ഓഫ് മോഡുലേഷൻ ചെയ്തു, എത്ര പെർസെൻറ്റ് ഓഫ് മോഡുലേഷൻ ചെയ്തു എന്നുള്ളത് അറിയാനുള്ള ഒരു മെഷർമെൻറ്റ് പാരാമീറ്ററാണ് ഈ മോഡുലേഷൻ ഇൻഡെക്സ്. It is usually expressed by percentage. That is, the modulation index value is multiplying by 100, and normally its value lies between 0 and 1. അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് വാല്യൂ ഈസ് normally between 0 and 1. Sorry, back to the slides. So here it's showing change in the AM wave when its modulation index is changed. You can see here this M is equal to 0 for an unmodulated carrier signal, M equal to 0.5. We can see an amplitude modulated wave, and we are getting the maximum value of modulation index unity, and the wave become this like. Okay, so whenever modulation index is exceeding this maximum value or greater than unity, what happens? The carrier part is turned to 0, or we know M is equal to Vm by Vc. If M is greater than 1 means that Vc part is equal to 0 or less than this Vm. Vm compare ചെയ്യുമ്പോൾ വളരെ കുറവായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും Vc. അങ്ങനെയാണെങ്കിൽ ഇവിടെ Vc turn to 0 condition നമ്മൾ പറയുന്നത് M is greater than 1, over modulated wave എന്നാണ് പറയുന്നത്. Over modulated means distorting signal. This signal distortionലാണ് അത് ഉണ്ടാക്കുക. അതായത് നമ്മൾ റിസീവർ ആയിട്ട് എത്തുമ്പോഴത്തേക്ക് സിഗ്നൽ എന്താവാം, ഡിസ്റ്റോർട്ട് ചെയ്ത് പോവാം. ഒറിജിനൽ സിഗ്നൽ നമ്മളിവിടെ റിക്കവർ ചെയ്യാതിരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. M is greater than or over modulated. Otherwise, we can find out this value of M from this amplitude modulated wave expression. ഇവിടെയുള്ള നമ്മുടെ മിനിമം ആംപ്ലിറ്റ്യൂഡ് വി മാക്സ് അല്ലെങ്കിൽ AM അതെല്ലാം മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വി മാക്സ് അല്ല വി മിനിമം എത്തുന്നു. അതേപോലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വി മാക്സ് അല്ലെങ്കിൽ AM എന്നും നമുക്ക് എന്തും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം, മോഡുലേഷൻ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് M is equal to its peak amplitude minus minimum amplitude by peak amplitude plus minimum amplitude. അപ്പോൾ നമ്മൾ AM മൈനസ് A minimum by AM plus A minimum. അപ്പോൾ അതിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രീവിയസ്ലുള്ള ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് എക്സ്പ്രഷൻ സിഗ്നലിൻ്റെ അകത്ത് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. So we can express an AM wave. നേരത്തെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് AM വേവ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് AM വേവിന് അങ്ങനെയാണ്, അതായത് S of t ആയിട്ട് നമ്മൾ AM വേവിനെ പറയുകയാണെങ്കിൽ this AM wave as S of t is equal to A cos 2 pi FCT. A cos 2 pi FCT എന്ന് നമുക്ക് represent ചെയ്യാം. Where A is previously calculated value, that's A equal to VC into 1 plus M cos 2 pi FMT. അതിൽ നമുക്ക് the original amplitude modulated wave S of t is equal to A into cos 2 pi FCT. Or we can substitute this value for A from the previous expression. It's get it as like this. And we are using trigonometrical identities for expanding this term.
രണ്ട് കോസ് ടേം ഉണ്ട്. അപ്പം നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ആസ് വി സി കോസ് 2 പൈ എഫ് സി ടി പ്ലസ് 0.5 എം വി സി കോസ് 2 പൈ എഫ് സി മൈനസ് എഫ് എം ടി പ്ലസ് 0.5 എം വി സി കോസ് 2 പൈ എഫ് സി പ്ലസ് എഫ് എം ടി. അപ്പം നമുക്ക് 3 ടേംസ് ഉള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ട് വരുവാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. ഓക്കെ, സോ usually the amplitude modulated frequency band or carrier frequency band is ranging from 535 to 1605 kilohertz. Okay, and this amplitude nammal kanda pole thanne our expression prakaram this amplitude modulated wave produces 3 frequencies, one carrier frequency and 2 sideband frequencies. ഓർത്ത് വെക്കുക, 2 sideband frequencies, that is fc plus fm and fc minus fm. This fc plus fm is called upper sideband frequency and fc minus fm is called lower sideband frequency. അപ്പം നമുക്ക് രണ്ട് ഫ്രീക്വൻസിയും ഒരു കാരിയറും ആണ് അതിൻ്റെ കൂടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസിങ് ബിറ്റ്വീൻ ദിസ് കാരിയർ ആൻഡ് സൈഡ് ബാൻഡ്സ് ഇസ് ഈക്വൽ. അതായത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് സോറി, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡിൻ്റെ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതിൽ ഒരു carrier wave രണ്ട് side bands ആണ് ഉണ്ടാവുക. and also by finding this bandwidth we are getting the bandwidth as 2 fm. fm is the maximum modulating signal frequency. fm is the maximum modulating signal frequency, and we can calculate this bandwidth as upper frequency minus lower frequency. So you can see this spectrum or the signal in frequency domain. That is amplitude modulated signal spectrum. So we can see here that this carrier modulated sine wave is producing 3 components. That is, one is carrier and 2 side bands, lower side band and upper side band. Each side band is having a spacing of fm from this carrier frequency. So total bandwidth is calculated by upper side band minus lower side band, that's producing a value of twice of fm. Okay. Next is the efficiency and power of amplitude modulation. The total power in an AM spectrum is equal to PT into PT equal to, that's the total power, PT equal to PC into 1 plus m square by 2, where m is the modulation index, PC is the carrier power, and it can be, carrier power can be calculated by expression Vc square by 2. Vc is the carrier amplitude. Okay, Vc square by 2 നമുക്ക് എന്ത് കിട്ടും, carrier power കിട്ടും. and the side band power, upper side band power and lower side band power is calculated by expression m square into Pc by 4. m square into Pc by 4. അപ്പോൾ അതിൽ നമുക്ക് Pcയുടെ carrier powerഉം അതേപോലെ side band powerഉം നമുക്ക് കിട്ടും. അതിൽ നമുക്ക് total power for AM transmission നമുക്ക് calculate ചെയ്യാൻ പറ്റും. and the efficiency we finding out by eta is equal to total lower side band power plus upper side band power by total power, or we can express it as m square by 2 plus m square. Okay, m square by 2 plus m square. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ we are having a maximum modulation index of 1. then what is the efficiency of the AM transmission? 1 ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഏതാണ്ട് 1/3. 1/3, that's 33% efficiency ആണ് നമ്മളെ ഒരു AM ട്രാൻസ്മിഷന് ഉണ്ടാവും. ഓക്കെ, that is the 2/3 of the power is appearing for in the carrier part. carrier പാർട്ടിലാണ് ബാക്കി 2/3 of power ഉണ്ടാവുന്നത്. ബാക്കി 1/3 മാത്രമേ സൈഡ് ബാൻഡ്സിൽ ഉണ്ടാവുള്ളൂ. ആ 33% എഫിഷ്യൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇസ് ലെസ് എഫിഷ്യൻറ്റ് കമ്പയർ ടു അതർ മോഡുലേഷൻ ടെക്നിക്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ഡിഫറെൻറ്റ് വാരിയൻറ്റ്സ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ, അതിൽ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു പവറിൻ്റെ കേസാണ് പറഞ്ഞത്. പവർ 33% മാത്രമേ ഒരു നോർമൽ AM മോഡുലേഷനിൽ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. 33% എഫിഷ്യൻസി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം AM മച്ച് മോർ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് വേരിയേഷൻസ് ആണ് പറയുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് കേസ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്ന കാര്യം തന്നെ നോർമൽ AM. AM ഈസ് പ്രൊഡ്യൂസിങ് 2 side bands and a carrier wave, and this is usually using in a radio channel in AM band. AM ബാൻഡിലുള്ള റേഡിയോ ചാനൽസ് ഒക്കെ ഈ ഒരു
ടൈപ്പ് ഓഫ് മോഡുലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് DSPSC, ദാറ്റ് ഈസ് ദ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ കമ്മ്യൂണിക്കേഷൻ. അപ്പം അങ്ങനെ ഒരു കേസിലാണെങ്കിൽ നമ്മളെ സൈഡ് ബാൻഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്യും, പക്ഷേ കാരിയറിന് എന്ത് ചെയ്യും, സപ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ പവർ ഓഫ് ട്രാൻസ്മിഷൻ ഇസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. അതായത് നമ്മൾ പവർ കാരിയർ യൂസ് ചെയ്യുന്ന ആ പവർ സപ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ടൈപ്പ് ഉണ്ട്. മൂന്നാമത്തെ കേസ് സിംഗിൾ സൈഡ് ബാൻഡ് ആണ്. അത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറിലുള്ള സൈഡ് ബാൻഡ് ഒരു സൈഡ് ബാൻഡ് മാത്രം ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ സൈഡ് ബാൻഡ് സപ്രസ് ചെയ്തുകൊണ്ടുള്ള ടൈപ്പാണിത്. സിംഗിൾ സൈഡ് ബാൻഡ് ഇസ് ട്രാൻസ്മിറ്റിംഗ് ഇൻ എ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സിംഗിൾ സൈഡ് ബാൻഡ് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ കമ്മ്യൂണിക്കേഷനിൽ ഒരു ബാൻഡിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, സപ്രസ് ചെയ്യാണ്. ഒരു സിഗ്നൽ മാത്രം, അതായത് ഒരു ബാൻഡ് മാത്രം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. 1/2 ഓഫ് ദ സിഗ്നൽ ഓഫ് ദി DSPSC ഈസ് ട്രാൻസ്മിറ്റ്. ഓക്കെ, നാലാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് ആണ്. ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സൈഡ് ബാൻഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്യില്ല, പകരം certain പാർട്സ് ഓഫ് ദ സൈഡ് ബാൻഡ്സ് ഇസ് ട്രാൻസ്മിറ്റിംഗ്. അപ്പം ജനറേഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് സിഗ്നലിന് വേണ്ടി നമ്മൾ certain പാർട്സ് ഓഫ് ദ സൈഡ് ബാൻഡ് ഇസ് ട്രാൻസ്മിറ്റിംഗ്. അപ്പം നമ്മൾ സാധാരണ TV ട്രാൻസ്മിഷനൊക്കെ VSB ആണ് യൂസ് ചെയ്യുന്നത്. എഫിഷ്യൻസി കുറച്ചുകൂടെ കൂടുതലുള്ള ടൈപ്പ് ഓഫ് AM ആണ്. നെക്സ്റ്റ് ഇസ് അഡ്വാൻറ്റേജസ് ഓഫ് AM. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്നുള്ളത് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സാധാരണ കമ്പയർ ചെയ്യുമ്പോൾ അതർ മോഡുലേഷൻ സ്കീംസിനെ കമ്പയർ ചെയ്യുമ്പോൾ AM ഇസ് സിമ്പിൾ ടു ഇംപ്ലിമെൻറ്റ്. ഇംപ്ലിമെൻറ്റേഷൻ ഇസ് സിമ്പിൾ. ഓക്കെ, ഡിമോഡുലേഷൻ ഇസ് ഡൺ ബൈ few components, അതായത് എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെസ്സേജ് സിഗ്നൽ ഫ്രം ദി മോഡുലേറ്റഡ് സിഗ്നൽ. അതായത് കാരിയർ മോഡുലേഷൻ്റെ കാരിയർ മെസ്സേജ് സിഗ്നലിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് റിസീവർ ആൻഡ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് മെസ്സേജിനെ റിക്കവർ ചെയ്ത് കാരിയറിനെ ഡിസ്കാർഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടിനാണ് നമ്മൾ ഡിമോഡുലേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഡിമോഡുലേഷൻ ഇസ് ഡൺ ഇൻ AM ബൈ യൂസിങ് ഓൺലി ഫ്യൂ കോമ്പണൻസ് ലൈക്ക് ഡയോഡ് ആൻഡ് കാപ്പാസിറ്റർ. അങ്ങനെയുള്ള ചെറിയ ഒന്നോ രണ്ടോ കോമ്പണൻസ് യൂസ് ചെയ്തിട്ടുള്ള ഡിമോഡുലേഷൻ ടെക്നിക്കാണ് AM-ൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനെ ഡിറ്റക്ഷൻ എന്നും കൂടെ പറയും കേട്ടോ, AM ഡിറ്റക്ഷൻ. ആൻഡ് തേർഡ് തിങ് ഇസ് AM receivers are very cheap as no സ്പെഷ്യലൈസ്ഡ് കോമ്പണൻസ് ആർ നീഡഡ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഒന്നോ രണ്ടോ മൂന്നോ കോമ്പണൻസ് ഉള്ള ടൈപ്പ് ഓഫ് ഡിമോഡുലേഷൻ പാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചീപ്പാണ്, സ്പെഷ്യലൈസ്ഡ് കോമ്പണൻസിനൊന്നും ആവശ്യമില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജസ്. നാലാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞു പവർ യൂസേജിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഓൺലി 33% ഓഫ് ദ ട്രാൻസ്മിറ്റിംഗ് പവർ മാത്രമേ സൈഡ് ബാൻഡ്സിൽ അപ്പിയർ ചെയ്യുന്നു. അപ്പോൾ പവർ യൂസേജ് എഫിഷ്യൻ്റ് അല്ല. പിന്നെന്ന് പറഞ്ഞാൽ ബാൻഡ് വിത്തിൻ്റെ കേസിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജ് സിഗ്നലിൻ്റെ ട്വൈസ് ഓഫ് ദിസ് ഫ്രീക്വൻസി ഓഫ് ദിസ് ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽ ഓർ മെസ്സേജ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ അതിന് ബാൻഡ് വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കുറവാണ്. ആ ഒരു ഓഡിയോ ഫ്രീക്വൻസിൻ്റെ ട്വൈസ് മാത്രമേ നമ്മൾ ബാൻഡ് വിഡ്ത്ത് അവൈലബിൾ ആവുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് പ്രോൺ ടു ഹൈ ലെവൽ ഓഫ് നോയ്സ് ബിക്കോസ് മോസ്റ്റ് നോയ്സ് ഇസ് ആംപ്ലിറ്റ്യൂഡ് ബേസ്ഡ് ആൻഡ് ഒബ്വിയസ്ലി AM ഡിറ്റക്ടേഴ്സ് ആർ സെൻസിറ്റീവ് ടു. അതായത് നമുക്കറിയാം, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്താണ് നോയ്സ് എന്നുള്ളത് പറഞ്ഞു. നോയ്സ് ആർ ദ അൺഡിസൈഡ് വോൾട്ടേജസ് അപ്പിയറിങ് ഇൻ ചാനൽ. ഇപ്പോൾ ചാനലിൽ അപ്പിയർ ചെയ്യുന്നതാണ് അൺവാണ്ടഡ് നോയ്സസ്, അൺവാണ്ടഡ് വോൾട്ടേജ് നോയ്സസ് ആണ്. ഓക്കെ, സോ അത് വോൾട്ടേജ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിഗ്നൽ നമ്മൾ AM സിഗ്നലിൽ തന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലാണ്. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിലാണ് ചേഞ്ചസ് വരുത്തുന്നത്. അപ്പം അങ്ങനെയുള്ള ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് വരുത്തിയിട്ടുള്ള കാരിയർ സിഗ്നൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയിൽ വെച്ചിട്ട് അതിൽ നോയ്സ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ എഫക്ട് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദറ്റ് കാരിയർ. ആ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിലാണ് അത് ചേഞ്ച് വരുത്തുക. അങ്ങനെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ നമ്മുടെ എൻവലപ്പ് ആയിട്ടുള്ള നമ്മുടെ മെസ്സേജിൽ എന്ത് വരാം, ചേഞ്ചസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് ഇറ്റ് ഈസ് പ്രോൺ ടു ഹൈ ലെവൽസ് ഓഫ് നോയ്സ് ബിക്കോസ് മോസ്റ്റ് നോയ്സ് ഇസ് ആംപ്ലിറ്റ്യൂഡ് ബേസ്ഡ് ആൻഡ് ഒബ്വിയസ്ലി AM ഡിറ്റക്ടേഴ്സ് ആർ സെൻസിറ്റീവ് ടു ഇറ്റ്. അപ്പോൾ നമ്മൾ നോയ്സ് അറ്റാക്ക് കൂടുതലും ഏതിനാണ്, AM-ലാണ്. ദറ്റ് ഈസ് അബൌട്ട് ഫ്യൂ പോയിന്റ്സ് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ളൂ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ജനറൽ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കുക, എന്നിട്ട് നാളത്തെ അസസ്മെൻറ്റിന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.